കഴിഞ്ഞ വീഡിയോയിൽ നിന്നുള്ള തുടർച്ച. ചുരം കയറി മുക്കാലി മസ്ജിദിൽ നിന്നും ജുമുഅ നമസ്കാരത്തിനു ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. ഭവാനി പുഴയോരത്തോടു കൂടിയുള്ള യാത്ര. കുറച്ച് ചെന്നപ്പോൾ ഒരു ധ്യാന കേന്ദ്രം കണ്ടു. തുടർന്നുള്ള യാത്രയിൽ ഭവാനി പുഴയ്ക്ക് കുറുകെ ഒരു പാലം കണ്ടു. ആ പാലം ആനക്കൽ മക്കാമിലേക്ക് അതിലെ പോകാം. മുമ്പോട്ടുള്ള യാത്രയിൽ താവളം അങ്ങാടി കഴിഞ്ഞപ്പോൾ മലമുകളിൽ കാറ്റാടി യന്ത്രം തിരിയുന്നതായി കണ്ടു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴിയിലൂടെ പോയാൽ മേട്ടുപ്പാളയം, കോയമ്പത്തൂർ എന്നീ ഭാഗത്തേക്കും ഊട്ടിയിലേക്ക് കാട്ടിലൂടെ യാത്ര ഫോറസ്റ്റുകാർ അനുവദിച്ചാൽ അങ്ങനെയും പോകാം. നമ്മുടെ ഈ റൂമിന് 400 രൂപയാണ് വാടക. ഇത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസാണ്. ഇവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്താലും നേരെ വന്ന് ബുക്ക് ചെയ്താലും റൂമുകൾ ലഭിക്കുന്നതാണ്.